ഒരു ദിവസം കാലത്ത് എന്റെ വീട്ടിൽ നടന്ന ഇഡിയുടെ പരിശോധന പൂർണ്ണമായി. വീണ വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പരിശോധനയിൽ വീണയുടെ സ്വകാര്യ ഫോണും ഇഡി സംഘം പിടിച്ചെടുത്തിരുന്നു. വീണയുടെ 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ നാടിന് വേണ്ടി ഇത്രത്തോളം മറ്റാരെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നലത്തെ റെയ്ഡിന് ശേഷമുള്ള വിവരങ്ങളിലേക്ക് നേരിട്ട് പോകാം. ഒരുപാട് റിയാസ് എവിടെയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഫോണിലൊന്നും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഫാസിസ്റ്റുകൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അല്ലേ? ഇഡിയെ വിട്ട് പേടിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? 81 കൊല്ലായിട്ട് ഈ ഭൂമിയിൽ പലരെയും കൊന്നു പണമുണ്ടാക്കി നമുക്ക് വേണ്ടി, സാധാരണ മനുഷ്യന് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് ജനിച്ചതാണ് ആ മനുഷ്യൻ. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു. അദ്ദേഹം ജനിക്കുന്ന കാലത്ത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സവർണാധിപത്യം കൊടികുത്തി നിൽക്കുന്ന ഒരു കാലത്താണ്. ആ മനുഷ്യന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സവർണ കുടുംബത്തിൽ, ഒരു സവർണ തറവാട്ടിൽ ചെന്ന് ജനിക്കാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ യഥാർത്ഥത്തിൽ സ്വന്തം തെരഞ്ഞെടുപ്പായിരുന്നു. എനിക്ക് ഈ മനുഷ്യന്റെ മകനായാൽ മതി, എനിക്ക് ഇന്നാരുടെ മകനായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? സാധാരണക്കാരനായിട്ടുള്ള ഒരു കോരന്റെ മകനായിട്ട് ജനിക്കാനുള്ള സന്മനസ് കാണിച്ച വ്യക്തിയാണ്. പ്രകൃതിയോട് പറഞ്ഞു, ഞാൻ കോരന്റെ മകനായിട്ടേ ജനിക്കൂ, അല്ലാത്തൊരു ജന്മം എനിക്ക് വേണ്ട, സാവർണ്യം എനിക്ക് വേണ്ട. സവർണത കൊടികുത്തി വാണിരുന്ന കാലത്താണ്. ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പ്രകൃതിയോട് പറയുന്നത് ഞാൻ കോരന്റെ മകനാകാം. അങ്ങനെ കോരന്റെ മകനായി ജനിച്ച മനുഷ്യൻ, അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യൻ, കൂടുതലൊന്നും പറയട്ടെ, അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പോലും, അങ്ങനെ ഒരു ആലോചന പോലും വെക്കുന്നത് പാപമാണ്, തെറ്റാണ്. ഇന്ന് ഈ നാട്ടിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളില്ല, മനസ്സിലായില്ലോ? അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കി എല്ലാ അതിദരിദ്രരെയും നിരോധിച്ചു, നിർമ്മാർജ്ജനം ചെയ്തു. അവരെയൊക്കെ വെറും ദരിദ്രരായിട്ട് ഉയർത്തി. അതിദരിദ്രരെയെല്ലാം ആരുടെ മുന്നിലും ഞാൻ ദരിദ്രനാണ് എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ സാമ്പത്തിക അവസ്ഥയെ ഉയർത്തിക്കൊടുത്തു. അതിദരിദ്രരെ ദരിദ്രരാക്കി. സമ്പന്നരാക്കിക്കൂടെ എന്ന് ചോദിക്കരുത്. സമ്പന്നത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബൂർഷ്വ അവസ്ഥയാണ്. ഒരു പാവപ്പെട്ടവനെ പോലും ബൂർഷ്വ ആക്കരുത് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് നയം. ആ മനുഷ്യൻ അത് ചെയ്തിട്ടില്ല, ആരെയും ബൂർഷ്വയാക്കിയിട്ടില്ല. സ്വയം ഒരു ബൂർഷ്വയായി, ഒറ്റയ്ക്കൊരു ബൂർഷ്വയായി, അല്ല കുടുംബക്കാരെ ബൂർഷ്വാസികളാക്കി. എന്തിനു വേണ്ടി? പാവപ്പെട്ടവർക്ക് ബൂർഷ്വ എന്നുള്ള ഒരു ജീവിത സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിയും കേട്ട് ഇവിടെ കഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ദൃഢനിശ്ചയം, അതുകൊണ്ട് അവരെ അതിദാരിദ്ര്യത്തിലിട്ട് കഷ്ടപ്പെടുത്തിയില്ല. അവരുടെ അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കി, അവരെയൊക്കെ ദരിദ്രരാക്കി ഉയർത്തി, അവരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തി കൊടുത്തു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇക്കണ്ട നാട്ടുകാരുടെ മുഴുവൻ സമ്പത്തും സമ്പന്നതയും എല്ലാം ആകാവുന്നത്ര ശേഖരിച്ചു, സമാഹരിച്ചു, സ്വന്തമാക്കി അനുഭവിച്ചു. മക്കളുമായിട്ട് ആ സമ്പന്നതയുടെ മുഴുവൻ ദുരിതങ്ങളും പങ്കിട്ടു. ഇല്ലേ? ശരിയല്ലേ? എങ്ങനെയാണ് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ AI ക്യാമറകൾ വെക്കണം എന്ന് പറഞ്ഞു. ഏതാണ്ട് 700 കോടി രൂപയുടെ ചെലവുള്ള സംഗതിയാണ്. അതുപോലും മറ്റാർക്കും കൊടുത്തില്ല. സ്വന്തം മകന്റെ അമ്മായിച്ചനാണ് കൊടുത്തത്. എന്താ കാര്യം? അങ്ങനെ പോലും ഒരു സാധാരണക്കാരൻ ഈ AI ക്യാമറ വെച്ച് സമ്പന്നനായി പോയി, ബൂർഷ്വാസിയായി മാറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ, അല്ലേ? അതിന്റെയൊക്കെ കഥകളുണ്ട്. പിന്നെ ഇപ്പൊ മോൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ കാര്യം ആലോചിക്കുക. ഒരു സാധാ ടീച്ചറായിട്ടുള്ള ആ അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ആ കൊച്ച് എന്തോ ഒരു സ്ഥാപനം തുടങ്ങി. IT-യുമായി ബന്ധപ്പെട്ട് ഈ കാലത്ത് IT ആണല്ലോ ഉള്ളത്. അപ്പം അങ്ങനെ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ മനഃപൂർവ്വമല്ല, കരഞ്ഞു പോകുന്നതാണ്. എത്ര ഞാൻ സംഖ്യ എന്ന് പറഞ്ഞാലും ചാണകക്കുഴിയിൽ വീണു എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ആ ഒരു സഖാവുണ്ട്.
അതുകൊണ്ട് വിതുമ്പിപ്പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ കൊച്ച് ഏതാനും ആയിരങ്ങൾ, ചെറിയ പൈസയാണ്, ആ ഒരു പെൻഷൻ പണം കൊണ്ടൊരു സ്ഥാപനം തുടങ്ങി. ഈ നാട്ടിലുള്ള പാവപ്പെട്ട ചില പണക്കാർ ആ കുട്ടിക്ക് അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഈ നാട്ടുകാരുടെ മുഴുവൻ ഒരു ജീവിത സാഹചര്യത്തെയും ആ ബൂർഷ്വ അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള സമ്പന്നതയും സ്വയം പേറിക്കൊണ്ട് ധനത്തിൻ്റെതായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും സ്വയം അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മകൻ്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തോ കരിമണലോ മറ്റോ വിറ്റ് ജീവിക്കുന്ന ഒരു പാവം അയാൾ മകൾക്ക് എന്തോ ഒരു കുറച്ച് പൈസ മാസം തോറും കൊടുത്തു, ഒരു പ്രോത്സാഹനം എന്നുള്ള രീതി. അവളുടെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനമല്ലേ, അപ്പോൾ അതിനൊരു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കാശ് കൊടുക്കുമായിരുന്നു, കുറച്ച് കോടികൾ കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ പേരിലാണ് ആ പാവം പെൺകുട്ടിയുടെ അന്നവും അതിജീവനവും മുട്ടിക്കുന്ന രീതിയിൽ ഇഡിയെ വിട്ട് ആ കൊച്ചിനെ പേടിപ്പിച്ച് അതിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച് അതിന്റെ മൊബൈൽ ഫോണും പിടിച്ചു വെച്ച്. എന്ത് ആവശ്യത്തിനാണ് ഇത് പറയുന്നത്? ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്? അതൊരു പണക്കാരനായി ജനിച്ചോ? ഇപ്പോഴത്തന്നെ ആ മരുമകൻ പറയുന്നത് കേട്ടില്ലേ, പാവപ്പെട്ടവനായി ജനിച്ചതുകൊണ്ട്, ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ചത് കൊണ്ടാണ് ആ മനുഷ്യനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത്. കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. കാരണം എങ്ങനെ ജീവിക്കേണ്ടവനാണ്, തെങ്ങും പനയും ഒക്കെ കയറി ഇറങ്ങി ചെത്തി നടക്കേണ്ട ഒരു മനുഷ്യൻ, നല്ല ചെത്തി നടക്കേണ്ട പാവപ്പെട്ട ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കി. വെറുതെ ഒരു എളുപ്പപ്പണിയാണോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ? ഭരണയന്ത്രമാണ് തിരിക്കേണ്ടത്. എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്രയൊന്നും അതിനൊന്നും ഒന്നുമില്ല. പേശി നന്നായിട്ട് ഇളകണം. അടിസ്ഥാന വർഗത്തിൽ ജനിച്ചവരായതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഭരണപ്രവർത്തനങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്, ഇത്രയും വലിയ പണികളൊക്കെ, ഭാരിച്ച പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്. എത്രമാത്രം കഷ്ടപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിരുന്നെങ്കിലോ? ഇരുത്തിയില്ല, മുഖ്യമന്ത്രിയാക്കി. പാവപ്പെട്ടവൻ്റെ മകനായതുകൊണ്ടല്ലേ അല്ലേ? ഒരു സവർണനോട് ഇത് കാണിക്കൂ, അവന് എളുപ്പപ്പണികൾ കൊടുക്കും അല്ലേ? അതാണ് പറഞ്ഞത്. ആ മരുമകന് പോലും, മരുമകനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ചെറുക്കൻ, ഈ മരുമകൻ ചെറുപ്പകാലത്ത് സിമി എന്ന് പറയുന്നൊരു പാർട്ടിക്കകത്ത് പോയി പെട്ടതാണ്. സിമി എന്ന് പറഞ്ഞാൽ തീവ്രമത മൗലികവാദികളുടെ ഒരു പ്രസ്ഥാനമാണ്. തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറയുന്ന പോലുള്ള പരിപാടികളൊക്കെയാണ്. അതിനകത്തൊക്കെ പെട്ടുപോയി ഈ ചെറുക്കൻ. മതരാഷ്ട്രം വരണം എന്നാണ് അവരുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഈ ഭൂമിയിൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പരിശ്രമിച്ചത്. ആ ചെറുപ്രായത്തിൽ പോയി. പക്ഷേ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ? അവൻ ആ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ മാറിയല്ലോ. അത് കഴിഞ്ഞ് SFIയുടെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമീഹ സൈദലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർ നല്ല മിടുക്കിയായിട്ടുള്ള, നന്നായി പഠിക്കുകയും നല്ല ഒരു പുരോഗമന ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ട് പോലും ഈ മനുഷ്യന് നന്നാവാൻ പറ്റിയില്ല. ആ പെൺകുട്ടിയെ കുനിച്ചു നിർത്തി ഇടിക്കുക, മുട്ടുകാല അതിൻ്റെ അടിവയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കശ എന്നിങ്ങനെ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതുവഴി മൂത്ര തടസ്സം ഉണ്ടായി. അവർ ഡോക്ടറോ മറ്റോ ആയിരുന്നു, സ്വയം ചികിത്സിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു തുള്ളി മൂത്രം പുറത്തോട്ട് പോയത്. അമ്മാതിരി ഇടിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, പാളയത്ത് നിന്നേക്കാളൊക്കെ നീയൊന്നും കൂടുതൽ കളിക്കണ്ട കേട്ടോടി, പാളയത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് 50 രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാനെങ്ങും കണ്ടിട്ടില്ല പാളയത്ത് 50 രൂപയ്ക്കൊന്നും പെണ്ണുങ്ങളെ. അപ്പോൾ അത് പോട്ടെ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. 50 രൂപയ്ക്ക് കിട്ടുമെന്ന് നുണ പറഞ്ഞതിലും അല്ല പ്രശ്നം. പക്ഷെ ആ പെണ്ണിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. അത്രമാത്രം ഒരു ദുഷ്ട പിടിച്ച മനസ്സുമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനെ നന്നാക്കിയെടുത്തില്ലേ ഈ പറയുന്ന വ്യക്തി അല്ലേ? ആ ബന്ധമൊക്കെ ഈ സമീഹ സൈദലവി എന്ന് പറഞ്ഞ കുട്ടിയെ അത് അവരെ പിടിച്ച മതവസ്ത്രത്തിലൊക്കെ അടച്ചായിരുന്നു കേട്ടോ ഈ പറയുന്ന SFIക്കാരൻ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. എന്തായാലും അതെല്ലാം കളഞ്ഞിട്ട് നല്ല പുരോഗമന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാക്കിയിട്ട് ആ മരുമകനെ മാറ്റിയില്ലേ? മകളുടെ ആദ്യ ഭർത്താവിനെ പിരിച്ചു വിട്ടിട്ട് ഈ തല്ലിപ്പൊളിയായി നടന്നിരുന്ന തീവ്ര മതമൗലികവാദിയായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങിയിരുന്ന ആ മനുഷ്യനെ നന്നാക്കിയെടുത്ത് മകളെ കെട്ടിച്ചു കൊടുത്തില്ലേ? ആ മകനെ ഇത്ര പുരോഗമന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയില്ലേ?
അല്ലേ? ആദ്യത്തെ ഭാര്യ മതവസ്ത്രത്തിൽ അടച്ചെങ്കിൽ ഈ രണ്ടാമത് 2020 മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇദ്ദേഹം കെട്ടിച്ചു കൊടുത്തിട്ട് ആ മകൾ ഇതുവരെ മതവസ്ത്രത്തിൽ കണ്ടോ നമ്മൾ ആരെങ്കിലും? അപ്പൊ ഈ മരുമകന്റെ ഉള്ളിൽ ഒരു പുരോഗമന വാസനയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ആ മനുഷ്യനെ വരെയും, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ വരെയും തിരിച്ചറിഞ്ഞ് അവന്റെ ഉള്ളിലുള്ള ഈ തീവ്ര മത മൗലികവാദ ബുദ്ധിയെയൊക്കെ മാറ്റിക്കളഞ്ഞ് ഭാര്യയെ മർദ്ദിക്കുകയും ഇടിച്ച് ഭാര്യയുടെ മൂത്രം മുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് നീക്കം ചെയ്ത് അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്, അതേപോലെ തന്നെ മതവസ്ത്രത്തിൽ നിന്നും അടയ്ക്കരുത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ഒരു ബുദ്ധിയോടുകൂടി, ഒരു സിദ്ധാന്തത്തോടുകൂടി ആ മകനെ, തീവ്രവാദിയായി ജീവിതം തുടങ്ങിയ മകനെ നല്ല ഒരു പുരോഗമന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്തിട്ടുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ കാണണ്ടേ? ആ മരുമകനെ പിടിച്ച് മന്ത്രിയാക്കിയില്ലേ? ആ മരുമകന് പാർട്ടി ഏതാണ്ട് തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? അതൊരു വിശ്വാസമാണ്. അവിടെ മതം നോക്കിയോ മനുഷ്യൻ? മതം നോക്കിയോ? ഒരു സവർണനായിട്ട് ജനിച്ചിരുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഇന്നത് സാധിക്കുമോ? കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ല. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർഗമുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. വർഗസമരം എന്തെങ്കിലും തരത്തിലൊരു സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് സ്വന്തം വർഗത്തോടുള്ള സ്വാർത്ഥതയാണ്. അത് മാത്രമേ ഉള്ളൂ. ആ മറ്റേ വർഗം, തൊഴിലാളി വർഗം, അടിസ്ഥാന വർഗം, അങ്ങനെ അടിസ്ഥാന വർഗത്തെ വല്ലാതെ കണ്ട് സ്നേഹിച്ച ഒരു മനുഷ്യൻ, അടിസ്ഥാന വർഗത്തെ ഒരിക്കലും ബൂർഷ്വാസിയോളം അവരിൽ വികസനവും സമ്പദ് ആക്രമണവും സംഭവിക്കാതിരിക്കുകയും എന്നാൽ അവർ അതിദാരിദ്ര്യത്തിലേക്ക് പോവാതിരിക്കുകയും ചെയ്യാൻ വേണ്ടുന്ന ഒരു സന്തുലനാവസ്ഥ അവർക്കിടയിൽ, ദാരിദ്ര്യം സമ്പത്ത്, ഇതിനിടയിൽ അവരെ ഇങ്ങനെ അടിസ്ഥാന വർഗമായി അറ്റപ്പറ്റ ദരിദ്രരായി ജീവിതം ഒരു കാരണവശാലും പണമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്ന, ചത്തുപോകുന്ന അവസ്ഥ ഒഴിവാക്കുക, പണം ഇല്ലാത്തത് കൊണ്ട് നാണം മറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുക, അങ്ങനെ ജീവിതത്തിൽ സമൃദ്ധിക്കും അല്പ ദാരിദ്ര്യത്തിനും ഇടയിലായിട്ടൊരു ജീവിതം പടുത്തുയർത്താൻ അടിസ്ഥാന വർഗത്തെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ഇക്കണ്ട നാട്ടിലുണ്ടായി വരുന്ന സമ്പത്തിനെ മുഴുവൻ ഇവരുടെ ഒരു കുടുംബാംഗങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ തലമുറകളിലേക്കും അവർക്ക് മാത്രമായി ഈ ധനത്തിൻ്റെതായ കഷ്ടപ്പാടുകളും കഷ്ടതകളും ഒതുങ്ങി നിൽക്കണം, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടുകൂടി എല്ലാ സമ്പത്തും സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ്. ഇടി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാളെ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കാമായിരുന്നു, അദ്ദേഹത്തിന് ഒരു BJP-കാരനായിട്ട് സംഘപരിവാറായിട്ട് ജീവിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസത്തിൽ അദ്ദേഹം വെള്ളം ചേർത്തില്ല. ത്യാഗിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരം ചെയ്തു. വെടിവെപ്പ് വരെയും ഈ നാട്ടിൽ സംഭവിച്ചു. സഖാക്കൾ പലരും കൊല്ലപ്പെട്ടു വെടിയുണ്ടയേറ്റ്. പുഷ്പൻ പണ്ട് കൊണ്ട വെടിയുമായിട്ട് കുറേ കാലം ചത്തുകിടന്നു, പാതി ജീവനോടുകൂടി. ഈ അടുത്ത കാലത്തായിട്ടാണ് മുഴുവൻ ജീവനും പോയത്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മക്കളെ സ്വാശ്രയ കോളേജുകളിൽ വിട്ട് നരകിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചവനാണ് ഈ വ്യക്തി, ധിമാറൻ. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് സ്വാശ്രയ കോളേജുകളിൽ ഒരു പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ അവൻ്റെ കുഞ്ഞ് സ്വാശ്രയ കോളേജുകളിൽ പോയി പഠിച്ച് ബൂർഷ്വാസിയായി പോകുമോ എന്ന് പറയുന്ന ഭയത്തെ ഇല്ലാതാക്കാൻ, തൻ്റെ മക്കളിലൂടെയെങ്കിലും ഒരു പാവപ്പെട്ടവനെങ്കിലും അവിടെ ചെന്ന് കയറാതിരിക്കാൻ ആ സീറ്റിലേക്ക് സ്വന്തം മക്കളെ ദാനം ചെയ്ത ഒരു മനുഷ്യൻ അല്ലേ? ആ മനുഷ്യനെയാണോ ED കാട്ടി പേടിപ്പിക്കുന്നത്? ഒറ്റ ഇടി അങ്ങ് കൊടുക്കണം. ഫാസിസം അല്ലേ? ഞാനതൊന്നും പറയാൻ ആളല്ല കേട്ടോ, ഞാനൊന്നും പറയേണ്ട ആളല്ല. പക്ഷേ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സമൂഹം അറിയേണ്ടതില്ലേ? അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു വിഷമത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. 19 വയസ്സായി. എനിക്കറിയാം അവരുടെ നിസ്സഹായതകൾ. ഈ പ്രായത്തിലും ഈ 80-81 വയസ്സിലും ആ മനുഷ്യൻ
വിശ്രമിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പൊ പ്രതിപക്ഷ പ്രവർത്തനത്തിന് വരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ ഈ രീതിയിലിട്ട് പീഡിപ്പിക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ഇഡിയെ വിട്ട് പീഡിപ്പിക്കുക, ഇഡിയെ വിട്ട് പേടിപ്പിക്കുക, എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഒരു കെട്ട നാട്ടിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാതിരുന്നത് വലിയ മോശമായി പോയി. എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് കുറെ കൂടിയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഇക്കണ്ട നാട്ടിലെ അതിദരിദ്രരെ മുഴുവൻ ദരിദ്രരാക്കി മാറ്റി അവരെ ബൂർഷ്വാസിയോളം ഒരു ദുർഗതി അവർക്ക് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് സകല സമ്പത്തും സൗകര്യങ്ങളും സ്വന്തം മക്കൾക്കും സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം കൊച്ചുമക്കൾക്കുമായിട്ട് വീതിച്ച് ഖജനാവ് തന്നെ, അതിലെ ഖജനാവിൻ്റെ സമ്പത്ത് പോലും വേണമെങ്കിൽ ഒരു പരിധി വരെ അങ്ങനെ പറയാം, അത് മുഴുവൻ സ്വന്തം തോളത്തെടുത്ത് വെച്ച് അല്ലെങ്കിൽ കൂടെ നിന്ന് ആശ്രിതരുമായിട്ട് പങ്കിട്ടുകൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചു. എന്ത് കള്ളപ്പണം, ആർക്ക് വേണം ഇതൊക്കെ? അവർക്ക് ആർക്കെങ്കിലും കള്ളത്തരമുണ്ടോ? അരുൺകുമാർ തന്നെ പറഞ്ഞു അവർക്ക് കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ എന്താണെന്ന്. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അരുൺകുമാർ പറഞ്ഞ് ഏതോ ഒരു 4 യമണ്ടൻ സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ ആ കൊച്ച്. അത് ഇവർക്ക് വേണ്ടി സേവനം കൊടുത്തിരുന്ന ഈ കരിമണൽ മറ്റേ കർത്താവിന് വേണ്ടിയിട്ട് 4 എന്തോ പേരും പറഞ്ഞു, മൈക്രോസോഫ്റ്റ് വേഡോ. അരുൺകുമാറേ, അതൊന്നും എന്തായിരുന്നു അരുൺകുമാർ എന്ന് പറഞ്ഞത്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ലാതെ. 4 എണ്ണവും വലിയ കേമപ്പെട്ടത്. അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ തന്നെ ഒരു സോഫ്റ്റ്വെയർ തന്നെ, അതിൽ മൈക്രോസോഫ്റ്റ് വേണമെന്ന് പറയുന്ന ആ സാധനം തന്നെ പ്രവർത്തിക്കാൻ 100ഓളം ആളുകൾ വേണം. എക്സലും മറ്റും ഒന്നും പിന്നെ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. അത് എത്ര ആയിരക്കണക്കിനോളം ആളുകളുടെ മനുഷ്യോർജ്ജം വേണ്ടതാണ്. ഇവർക്കൊക്കെ തീറ്റിപ്പോറ്റാനുള്ള ശമ്പളം കൊടുക്കണ്ടേ, വേണ്ടേ? ഈ പറയുന്ന യമണ്ടൻ 4 സോഫ്റ്റ്വെയറുകളും കൂടി പ്രവർത്തിപ്പിക്കാൻ തന്നെ എത്ര ജനങ്ങളുടെ എത്ര മനുഷ്യ വിഭവ ശേഷി ഉപയോഗിച്ചാലാണ് ഈ 4 സോഫ്റ്റ്വെയറുകൾ കൂടി പ്രവർത്തിപ്പിക്കാൻ പറ്റുക? എന്നിട്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത മനുഷ്യർ, ഇഡിക്ക് പോലും ഇതിന് മാത്രമുള്ള വിവരമില്ലാതെ പോയല്ലോ. ഈ 4 സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കാൻ തന്നെ ഈ പണം കൊണ്ട് പറ്റുമോ? ഇത്രയും കോടി മതിയാകുമോ? അവർ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ ഈ കർത്താവ് പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറ്റിച്ചത്. ഒരു 100 കോടി കൊടുത്താൽ പോലും വാസ്തവത്തിൽ അത് ലാഭകരമായിട്ട് പ്രവർത്തിക്കുമോ? അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു വിലയില്ല. കാരണം ആ കുഞ്ഞ് അമ്മയുടെ പെൻഷൻ തുക കൊണ്ട്, അങ്ങനെയൊന്നും അല്ലത് പറയേണ്ടത്, അവരുടെ അമ്മയുടെ പെൻഷൻ തുക കൊണ്ട് തുടങ്ങിയ സ്ഥാപനം അത്. അതിനോടാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. ഞാനിതൊന്നും പറയുന്നില്ല. എന്തുമാത്രം എനിക്ക് ആകെ ഒരു സമാധാനം സന്തോഷവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇഡിക്കാർ വന്നപ്പോൾ ആ വണ്ടി തല്ലി പൊളിച്ചവന്മാർ, ആ സഖാക്കൾ, ആ അമ്മമാർ മാത്രമാണ് ഉണ്ട ചോറിന് നന്ദി കാണിച്ചത്. ഇനി എന്തുമാത്രം ഉരുള ജയിലിൽ കിടന്ന് കഴിക്കേണ്ടവന്മാരാണ് ആ പാവങ്ങൾ. അതിനെ പോട്ടെ, സാരമില്ല, അത് ചെയ്യണം. തായാവുമ്പോൾ കുരകണം, കടിക്കണം, കാവൽ വേണം. പക്ഷെ അതല്ല, എന്നാലും ആ പാവം മനുഷ്യനെ, ഈ ദിമാറിനെ, ഈ നാട് മൊത്തം കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി വെച്ച് അതിനെ കൊണ്ട് അവൻ്റെ ആ മനുഷ്യൻ്റെ, ആ പാവപ്പെട്ടവൻ്റെ ഭരണ നിപുണ ശേഷിയെ മുഴുവൻ ചൂഷണം ചെയ്ത്, അല്ല കണ്ട സവർണൻ്റെയും വല്ല മറ്റവൻ്റെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ കറന്നെടുക്കുവോ? ഈ കഴിവിനെ മുഴുവൻ കടന്നെടുക്കുവോ? പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ ഭരണ നൈപുണ്യം അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റിയല്ല. ഈ സവർണന്മാർ മുഴുവൻ അവനവൻ്റെ വീടിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണ് അവർ സമ്പന്നരായത്. പാവപ്പെട്ടവൻ്റെ ഭരണ നൈപുണ്യത്തെ വസൂലാക്കുക നാട്ടുകാർക്ക് വേണ്ടി. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് എന്നോട് ഒരു വെറുപ്പാണ്. ഇപ്പോൾ ഒന്നാമതേ എനിക്ക് മൊത്തത്തിൽ ഒരു വലിയ ആരും അങ്ങനെയൊന്നും എന്നെ ഇപ്പം മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരെയും ചീത്തയും പറയും, നമ്മളെല്ലാം ഒരു ദോഷേകർക്കായി പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുവാണ് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് സംഖ്യയായി, അങ്ങനെയല്ല മറ്റേ സഖാവായിട്ടൊക്കെ പോയാലോ ഒന്ന്.
ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ബിനീഷ് കൊടിയേരി വരെ എന്തുമാത്രം രസമായിട്ടാണ് പെരുമാറിയ ആ ഒരു വിഷയത്തോട്. കാരണം ബിനീഷ് കൊടിയേരി ഇവന്മാരൊക്കെ പിടിച്ചോണ്ട് പോയ സമയത്ത് ഈ വ്യക്തി സ്വീകരിച്ച ഒരു നയമുണ്ട്. സുഹൃത്തിൻ്റെ മകനോട് കാണിച്ചിട്ടുള്ള ഒരു സമീപനം, ആദർശത്തിൻ്റെ, സത്യസന്ധതയുടെ, ധർമ്മത്തിൻ്റെ. എന്നിട്ട് തിരിച്ച് മര്യാദ കാണിച്ചോ? ഇല്ല. കാരണം എന്താ, ഇവന്മാരെല്ലാവരും ഈ സകല കള്ളന്മാരും കൂടി ഇദ്ദേഹത്തിൻ്റെ വീടിന് കാവൽ നിൽക്കുമ്പോൾ നാട്ടുകാർ പൊതുവെ എന്തായിരിക്കും വിചാരിക്കുക? അവൻ എന്തോ കട്ടിട്ടുണ്ട്, അവൻ്റെ മടിയിൽ കനമുണ്ട് എന്നല്ലേ ആ ഒരു തോന്നിപ്പ് പ്രസരിപ്പിക്കാൻ തന്നെയല്ലേ ബിനീഷ് കോടിയേരിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് അല്ലേ ഇതിനു വേണ്ടി? മനസ്സിലായോ? എനിക്കത് പിടികിട്ടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു മനുഷ്യപ്പറ്റി കാണിക്കണം. ഒരു പ്രായമായ മനുഷ്യനെ, ഒരു പൊതു ജനസേവകനെ ഈ നിലയിൽ ഉപദ്രവിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തോടു കൂടി അദ്ദേഹം ഇ ഡി നോക്കുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൂടുതലായി എന്തെങ്കിലും കാണപ്പെടില്ല. ഇതൊക്കെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്നതാണെന്ന് നമുക്ക് ആശ്വസിക്കാം, വിശ്വസിക്കാം. ഇനി അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഈ വർദ്ധിച്ച ധനത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം അവരുടെ അക്കൗണ്ടുകളിൽ കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് സതുദ്ദേശപരമായിട്ടുള്ള അവരുടെ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എപ്പോഴും അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊള്ളണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാന വർഗം നമ്മുടെ ഈ നാട്ടിലുണ്ടാവണം. അപ്പോൾ അടിസ്ഥാന വർഗമുണ്ടെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടെങ്കിലേ അടിസ്ഥാന വർഗമുള്ളൂ. അപ്പോൾ അടിസ്ഥാന വർഗത്തെ നിലനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഇവരുടെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും അവർ ബൂർഷ്വാസികളായി മാറുകയും അവർ സമ്പത്തിൻ്റെ സകല ഉപദ്രവങ്ങളും ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തയ്യാറാവുകയും അവരുടെ ദാരിദ്ര്യത്തെ ത്യജിച്ചുകൊണ്ടാണ് സമ്പത്തിൻ്റെ ആക്രമണങ്ങളിലേക്ക് അവർ ചെന്ന് ചാടുന്നത്. അല്ലെങ്കിൽ സ്വയം സമ്പത്തിനെ അവർ മാടി വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാവപ്പെട്ടവരെ ബൂർഷ്വാസികളാക്കാതിരിക്കാൻ വേണ്ടുന്ന പരിശ്രമമാണത്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. അപ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ ഒരു ഭാരിച്ച തുക കണ്ടാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവർ അത്ര ആത്മാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തെയും അത്രത്തോളം പ്രിയത്തോടുകൂടി മനസ്സിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ് അവരെ എന്നും ദരിദ്രരായി നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുക, കമ്മ്യൂണിസത്തെ വളർത്തുക, അടിസ്ഥാന വർഗത്തെ നിലനിർത്തുക, ഇതിനെല്ലാം വേണ്ടിയാണ് ഇവർ സമ്പാദിച്ചു കൂട്ടുന്നത്. ഇവരുടെ മക്കൾ സമ്പാദിക്കുന്നത് ഒക്കെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈടിത്തരങ്ങളിലൂടെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മനുഷ്യ നന്മയുള്ള, സാമൂഹ്യ ബുദ്ധിയുള്ള, പൗരസ്നേഹമുള്ള ജനങ്ങളെ, നേതാക്കളെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം നിർത്തിക്കോളാം. എൻ്റെ വേവലാതികൾ നിർത്തിക്കോളാം. ഞാൻ പറഞ്ഞു പോയത്, ഞാൻ എൻ്റെ ആശങ്കകൾ, എൻ്റെ അസ്വസ്ഥതകൾ ഞാൻ നിങ്ങളോട് ഇനി പങ്കുവയ്ക്കുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നിർത്തിവെച്ചിരുന്ന ഒരു വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് ഇടാൻ എനിക്ക് സാധിച്ചില്ല. അത് വഴിയെ വന്നോളൂ. അതൊന്നും വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. ഒരൊറ്റ മോച്ചിന് ഓരോന്ന് പറയുന്നു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇഡിയോടുള്ള എൻ്റെ ആ ഒരു പ്രതിഷേധം, ഇഡിയോടുള്ള എൻ്റെ ആ ഒരു വിമർശനാത്മകമായിട്ടുള്ള സമീപനം ഞാൻ എൻ്റെ നാവിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പം കൂടുതൽ കരഞ്ഞു പോയതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിടിവിട്ടു പോയതാണ്. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല, നിങ്ങളെ കണ്ണീരണിയിക്കാനല്ല. തീർച്ചയായിട്ടും എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടമുണ്ടെങ്കിൽ പോലും അതൊന്നും അങ്ങനെ കരഞ്ഞുകൊണ്ട്, ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾ അങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ കൂടുതൽ വിശേഷമൊന്നുമില്ല, ഞാൻ നിർത്തുവാണ്. നമുക്ക് നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് വരട്ടെ.
ഇ ഡി പേടി കൂടാതെ കഴിയാനുള്ള സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സംഭവിക്കട്ടെ, അത്തരമൊരു സാഹചര്യം അവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ പ്രകൃതിക്ക് മുന്നിൽ പങ്കിട്ടുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേ.